ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ക്ലൈമാക്സിനോട് അടുക്കുന്ന പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സ്റ്റെഫി എല്ലാ സത്യങ്ങളും കല്യാണിന്റെ മുമ്പിൽ തന്നെ വിളിച്ചു പറയാണ്. നിന്റെ ഭർത്താവും ആ കൂടെ രണ്ട് ശിങ്കിടികൾ ഉണ്ടായിരുന്നില്ലേ, അവന്മാര് ജയിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട. ഗംഗയ്ക്ക് വേണ്ടി മരിക്കാൻ കിടക്കുന്ന അവന്റെ കാമുകിയാണ് ഞാൻ മാത്രമല്ല, അവനെ അവന് വേണ്ടി ചോര നീരാക്കുന്ന സുഹൃത്തുക്കളും പുറത്തുണ്ട്. ഞങ്ങളാരും നിങ്ങളൊന്ന് വെറുതെ വിടരടി. നിങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോഴേ നിങ്ങളെ ശവം കണ്ടിട്ടേ ഈ ഞാനൊക്കെ ചത്തൊടുങ്ങുള്ളൂ എന്നൊക്കെ പറയാണ്. അത് കേട്ട് ബൈജു പറയണ്ട്, പൊയ്ക്കോ, നീ ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ കത്തി വെച്ച് കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു കത്തിയായിട്ട് സ്റ്റെഫിയുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ സ്റ്റെഫി ഒന്നും അനങ്ങൊന്നും പോലും ഇല്ല കേട്ടോ. കുത്തണെങ്കിൽ കുത്ത് എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ അങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ കാദംബരി പിടിച്ച് തള്ളി മാറ്റാണ്. സ്റ്റെഫിനെ ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നുണ്ട്. സ്റ്റെഫി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനുശേഷം കല്യാണി ചോദിക്കേണ്ട, ചേച്ചി അപ്പൊ കിരണേട്ടൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു അല്ലേ? അപ്പോ കാദംബരി പണ്ട് മോളെ അതൊക്കെ കഴിഞ്ഞില്ലേ? കിരൺ സാറിനും രതീഷ് ഏട്ടനും വേലുവിനൊക്കെ ജാമ്യം കിട്ടിയില്ലേ? എന്നാലും നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. ബൈജു പറയേണ്ടത് സാവധാനം പറയാന്ന് വിചാരിച്ചു കല്യാണി. അതുകൊണ്ടാ, ഇനി പേടിക്കാനൊന്നുമില്ല, കഴിഞ്ഞു, കോടതി വിധി എഴുതി, അവര് തെറ്റ് ചെയ്തില്ലെന്ന്, അതോടെ തീർന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കല്യാണിനെ. അപ്പൊ കല്യാണി പറയണ്ടേ, എനിക്ക് തോന്നണില്ല ഇതെല്ലാം തീർന്നു എന്ന്, ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിയുടെ സ്വഭാവം എനിക്കും നന്നായിട്ട് അറിയാം. അയാൾ മുറിവേറ്റ ഒരു സിംഹത്തെ പോലെയാണ്. അയാൾ സത്യസന്ധമായിട്ടാണല്ലോ കേസ് അന്വേഷിച്ചത്. അപ്പൊ അയാളെ നാണം കെടുത്തുന്ന രീതിയിൽ കോടതിയിൽ വാദിച്ചത് കൊണ്ട് തന്നെ അത് അയാൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. എനിക്കെന്തോ ഇനി പ്രശ്നങ്ങൾ കൂടുമെന്നാണ് തോന്നുന്നത് എന്ന് കല്യാണി പറയുമ്പോ കാദംബരി പറയണ്ടേ, മോളെ ദേ ഇപ്പൊ ഇവിടെയും വരെ കാര്യങ്ങളൊക്കെ എത്തി, ഇരുന്നി വരുന്നത് വെച്ച് കാണാം, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, നോക്ക് ബ്ലീഡിങ് ആവരുതെന്നാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്. ദേ ഇപ്പൊ ലക്ഷ്മി അമ്മയും കിരൺ സാറിന്റെ അമ്മയൊക്കെ വരും, മോള് സന്തോഷമായിട്ടിരിക്കെ, നിന്റെ വിഷമം കണ്ട അവർക്കും പ്രഷർ കൂടും, അവര് പ്രായമായതല്ലേ മോളെ, അവരിങ്ങനെ വിഷമിപ്പിക്കരുത് നീ എന്നൊക്കെ പറഞ്ഞിട്ട് കാദംബരി കല്യാണിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സ്റ്റെഫി ആകെ ഇടിച്ചു തുള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പോ ദേ അവിടെ നിൽക്കുന്നു കിരണും വേലും രതീഷും കൂടിയിട്ട്. അപ്പൊ രതീഷ് പറഞ്ഞിട്ട്, കിരൺ സാറേ അത് നോക്കിക്കേ, ഇവളിപ്പോ അകത്ത് കയറി എന്ന് ചോദിക്കാം. അപ്പൊ വേലു പറഞ്ഞിട്ട്, ഇത് ആരാ സാറേ? ഇതാ ആ ഗംഗപ്രസാന്റെ കാമുകി. ഓ ഇവളാണല്ലേ എന്ന് വേലുവും പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ഇവള് അകത്ത് കയറാൻ നമ്മൾ കണ്ടില്ലല്ലോ രതീഷെ, നമ്മൾ 3 പേരും പുറത്ത് നിൽക്കുമ്പോ ഇവള് ഏതിലേക്ക് കൂടി കയറി? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല സാറേ, പോയിട്ടുണ്ടാവുമായിരിക്കും സൈഡിൽ കൂടി. സ്റ്റെഫി അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെ ജയിച്ചെന്ന് വിചാരിക്കണ്ടടാ. രതീഷ് പറഞ്ഞിട്ട്, പിന്നെ ജയിച്ചെന്ന് വിചാരിക്കാതെ തോറ്റെന്ന് വിചാരിക്കണോ? ഞങ്ങളെ കോടതിന്ന് ജയിച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത്, അല്ലാതെ തോറ്റിട്ടല്ല. നിങ്ങളെന്ന് വെറുതെ വിടിലിടനാ, നിങ്ങൾ എല്ലാവരും ഞാൻ അഴി എണ്ണിപ്പിക്കും. വേലു പറഞ്ഞിട്ട്, ഇനി എന്താ അഴി എണ്ണിപ്പിക്കാനാ? കോടതി വിധി എഴുതി ഞങ്ങൾ 3 പേരും തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അല്ല അപ്പൊ മാഡം ഇതൊന്നും കേട്ടില്ലായിരുന്നോ? ഓ മാഡത്തിന് തിരക്കായിരുന്നല്ലോ, മാഡത്തിന്റെ കാമുകനല്ലേ ഗംഗപ്രസാദ്, അയാള് ചത്തുല്ലോ. അപ്പൊ മാഡം ഒന്നും കേട്ട് കാണില്ലല്ലേ, കോടതിയിൽ വരണമായിരുന്നു, നല്ല അടിപൊളി രംഗങ്ങളായിരുന്നു. നിനക്ക് നാണമില്ലടി ഗംഗപ്രസാദിനെ പോലത്തെ ഒരാളെ പ്രണയിക്കാനായിട്ട്? അല്ല നീ പറയുന്നുണ്ടല്ലോ ഗംഗപ്രസാദ് നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ, വേറൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും അവൻ നോക്കുന്നില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞെടുക്കണത്? എന്നിട്ടാണ് കാട്ടിൽ വന്നിട്ട് എന്റെ കാണാൻ കൊള്ളാവുന്ന എന്റെ മുറപ്പെണ്ണിനെ വളച്ചെടുക്കാൻ വേണ്ടി അവൻ നോക്കിയത്. നാണം ഉണ്ടായിരുന്നില്ലല്ലോടി അവന്. അവന്റെ പ്രണയരംഗങ്ങളെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്റെ മുറപ്പെണ്ണാണ് അമലു, അവളുടെ പുറകേലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്നത് അവനായിരുന്നു. എന്നിട്ട് ഭയങ്കര കാമുകനാണ് പോലും, ട്രൂ ലവ് ആണ് പോലും. അപ്പോ കിരൺ പറയണ്ട്, അതൊന്നും പറഞ്ഞ ഇവള് തലേ കയറില്ല. ആർക്കറിയാം ഇതുപോലെ പല കാമുകിമാരും അവനെ പലയിടത്തും ഉണ്ടോന്ന്. സ്റ്റെഫി പറയുന്നുണ്ട്, നീ എന്ന് ഗംഗേനെ ചീത്താക്കാൻ വേണ്ടി നിൽക്കണടാ. ഗംഗ എന്താണെന്നും ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പെണ്ണിനെ അവൻ വളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പെണ്ണ് കയ്യും കലാശവും കാണിച്ചിട്ട് അവന്റെ അടുത്ത് പോയിട്ടായിരിക്കും. കിരൺ പുച്ഛത്തോടെ പറയുന്നുണ്ട്, ഓഹോ അപ്പൊ ഒരു പെണ്ണ് വന്ന് കയ്യും കാലും കാണിച്ചാ അവൻ അതിന്റെ പുറകെ പോവുമല്ലേ? പിന്നെ എന്ത് ട്രൂ ലവ് ആടി എന്ന് പറഞ്ഞ് കളിയാക്കാണ്. നിങ്ങളൊന്നും കളിയാക്കണ്ട, നിങ്ങൾ നോക്കിക്കോ, എന്നെ പോലെ ഗംഗപ്രസാദിനെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് പുറത്ത്, അവരെല്ലാരും കൂടി നിങ്ങളെ ചുട്ടെടുക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. കോടതി നിങ്ങളെ വെറുതെ വിട്ടേക്കും, പക്ഷെ ഞങ്ങൾ ആരും നിങ്ങളെ വെറുതെ വിടില്ല, നോക്കിക്കോ, നിങ്ങൾക്ക് ശരിക്കുള്ള പണി ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫി അവിടുന്ന് പോവാണ്. അപ്പൊ രതീഷ് ചോദിക്കണ്ടേ, ഇവളെ പേടിക്കേണ്ട കാര്യമുണ്ടോ കിരൺ സാറേ? പേടിക്കണ്ടേന്ന് ചോദിച്ചാൽ പേടിക്കണം, കാരണം ഇവളും അതുപോലെ തന്നെ ഇവളുടെ കൂടെ കുറെ ഗുണ്ടകളും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും പേടിച്ചേ പറ്റൂ, കാരണം വരുന്ന നേരെ ചോ വന്നിട്ട് കുത്തണ സൈസ് അല്ലല്ലോ, പുറകെ കൂടി വന്ന് കുത്തണതല്ലേ. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാണ്. അതിനുശേഷം സ്റ്റെഫി നേരെ പോണത് സിയുടെ അടുത്തേക്കാട്ടോ. സി എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്തായി? അവര് 3 പുറത്തിറങ്ങിയില്ലേ? നാണില്ലല്ലോ, സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ചിട്ട് പോലും നിങ്ങളെ നാണം കെടുത്തിയില്ലേ? ഇറങ്ങി പോടി വിടുന്ന് എന്ന് സിയെ പറയാണ്. നിന്റെ പരോള് ഞാൻ കട്ട് ചെയ്യും, അല്ലെങ്കിൽ സാറേ നാളെ ഞാൻ അകത്തേക്ക് തന്നെ പോകാൻ വേണ്ടി പോവുകയാണ്. എന്നാലും സാറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, നാണം കെട്ട് തോറ്റ് തുന്നം പാടി നിൽക്കണത് കണ്ടില്ലേ?
എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫിയും നമ്മുടെ സിയനെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സിയക്ക് ദേഷ്യം കൂടുവാണ്. സ്റ്റെഫി പോയി കഴിയുമ്പോ തന്നെ എസ്ഐനെ വിളിക്കാണ്. എടോ പെട്ടെന്ന് വാ, നമുക്കിപ്പൊ തന്നെ ആ കിരണിന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് തിരയണം എന്ന് പറയുന്നുണ്ട്. പോകുന്ന വഴിക്ക് കുറെ ആൾക്കാരെ, ഈ മണ്ണ് വാരണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പണിക്കാര്, അവരെയും കൂടി കൂട്ടിയിട്ടാണ് സിയെ പോണേ കേട്ടോ. എന്നിട്ട് നേരെ പോയിട്ട് കിരണിന്റെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പോകണം. അപ്പൊ ആ ശാന്തമ്മ ചേച്ചി മാത്രമേ അവിടെ ഉള്ളൂ. എന്താ സാറേ, എന്താ വീണ്ടും വന്നത്? അതോ നിങ്ങളൊന്ന് കാണാനായിട്ടെന്ന് പറയണം. അയ്യോ സാറേ, എന്താ സാറേ, ഇവിടെ ആരും ഇല്ല, കല്യാണി മോള് ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ടില്ല. അറിയാം, ഞങ്ങൾക്ക് വാറന്റ് ഉണ്ട്, ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാ, വീടിനകത്തല്ല പുറത്ത്. എന്നിട്ട് പണിക്കാരോട് പറഞ്ഞു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പണിക്കാരെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ തന്നെ ശാന്തമ്മ ചേച്ചി വേഗം കിരണിനെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. കിരണ് രതീഷിനെ വേലുനും കൂട്ടി അവിടേക്ക് വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച ഈ സിയെയും എസ്ഐയും പിന്നെ 2 പോലീസുകാർ വേറെയുണ്ട്. അതിന് പിന്നെ 4 പണിക്കാരും ഉണ്ട്. ആ 4 പണിക്കാരെ കൊണ്ട് ആ തെങ്ങും തൈ ഉണ്ടല്ലോ, ഗംഗപ്രസാദ് മരിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ മോളിൽ വെച്ച തെങ്ങും തൈ അതെടുത്ത് പറിച്ച് പള്ളയിലേക്ക് എറിഞ്ഞതിന് ശേഷം അവിടെ നന്നായിട്ട് ഇങ്ങനെ കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ രതീഷും വേലും പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കട്ടോ. കാരണം നല്ല ആഴത്തിലാണ് ഗംഗപ്രസാദിന്റെ ശവം കുഴിച്ചു മൂടിയത്. പക്ഷെ കിരണ് ഒരു ടെൻഷനില്ല. കിരൺ പുച്ഛത്തോടെ നിൽക്കാണ്. കുഴിക്കട്ടെ, ശവം കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോടെ നിൽക്കാട്ടോ. അപ്പൊ നമ്മുടെ സിയെ പറയുന്നുണ്ട് ശരിക്കും കുഴിക്കും, നന്നായിട്ട് കുഴിക്കും, ഉള്ളിലേക്ക് കുഴിക്കുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിരൺ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ആ കുഴിക്കട്ടെ എന്നിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കുഴിച്ച് അവസാനം വെള്ളം വരുന്ന പരുവത്തിലായിട്ടും ഗംഗയുടെ ശവം കാണുന്നില്ല കേട്ടോ. അപ്പോഴേക്കും സിയക്ക് മനസ്സിലായി ഗംഗയുടെ ശവം ഇവിടെ ഇല്ലെന്ന്. സിയ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ മുമ്പ് കിരൺ ചോദിക്കണ്ട, അല്ല സാറേ, എന്റെ പറമ്പിൽ വന്നിട്ട് ഇങ്ങനെ കുഴി കുത്തി, ഞാൻ അവിടെ തെങ്ങുംതൈ വെച്ചു, ആ തെങ്ങുംതൈ എടുത്ത് മാറ്റി കുഴി കുത്തി ഇത്രയും നാശമാക്കി വെച്ചു, എന്നിട്ട് എന്താ തുമ്പൊന്നും കിട്ടിയില്ലേ? സിയെ പറയുന്നുണ്ട്. അപ്പൊ നീ ഗംഗപ്രസാദിന്റെ ശവം ഇവിടെ അല്ല കുഴിച്ചിട്ടേ അല്ലെ? അതെന്തെങ്കിലും ആവട്ടെ, അതിനല്ലേ സാറിന്റെ ഡ്യൂട്ടി, സാറല്ലേ കണ്ടുപിടിക്കേണ്ടത്, സാറല്ലേ പറയണത് ഞാൻ എന്റെ ഗംഗപ്രസാദിന്റെ ശവം ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടെന്ന്. അതിന്റെ പേരിൽ ഇവിടെ അന്വേഷിച്ചത്. അതെ, ഇവിടെ ഇത്രയും സ്ഥലം ഇനി ബാക്കിയുണ്ട്, എല്ലായിടത്തും കുഴിച്ചു നോക്കിക്കോ, എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറയാണ്. സിയെ നാണം കിട്ടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. അപ്പൊ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ രതീഷും വേലും കൂടി കിരണിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കിരൺ സാറേ, ഗംഗപ്രസാദിന്റെ ശവം നമ്മൾ ഇവിടെ അല്ലേ കുഴിച്ചിട്ടത്, അപ്പോ അത് എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കിരൺ ആ സംഭവം പറയാണ്. ഗംഗപ്രസാദിന്റെ ശവം ആ ദിവസം തന്നെ, അതായത് കുഴിച്ചിട്ടില്ലേ, ആ ദിവസം തന്നെ, അതായത് ശവം ചീനി നാളണ മുമ്പ് തന്നെ ആ ശവം നമ്മുടെ കിരണും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രസേനും കൂടി ചേർന്നിട്ട് ആ ശവം കുഴിയെടുത്തിട്ട് നമ്മുടെ ചന്ദ്രസേനന്റെ വീടുണ്ടല്ലോ അതിന്റെ പിന്നാമ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തട്ടോ. അപ്പൊ ആ ഒരു കാര്യം കിരൺ അടുത്ത് പറഞ്ഞില്ല. കിരൺ പറയുന്നുണ്ട് അത് ഇവിടുന്ന് മാറ്റി, പക്ഷെ അത് എവിടെയാന്ന് ഞാൻ പറയില്ല, അത് എന്തായാലും അത് നിങ്ങൾ എല്ലാരും മറന്നേക്ക്, അതെനിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്, ആ ശവം ഇവിടെയാണെന്നുള്ളത്. എന്തായാലും ഇതിന്റെ പേര് ഒരു കേസും വരാമുള്ള, അങ്ങനെ ആ കേസ് പോകാണ്, അതായത് കേസ് അങ്ങനെ പോവാണ്. കാരണം ശവം കിട്ടില്ല, ഒന്നും കിട്ടില്ല, ഒരു കുന്തവും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കേസ് തള്ളി പോകുവാണ്. അങ്ങനെ ആ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗംഗപ്രസാദിന്റെ ഇനി കേസും കാര്യത്തിനും വേണ്ടി പോലീസുകാരും കിരണും ആരും പുറകെ നടക്കില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഇപ്പൊ പ്രൊമോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി എന്താന്നുള്ളത് ഒന്നും കാണിച്ചില്ല. വീക്കിന്റെ പ്രൊമോ ആയിട്ട് ഇത്രയും തന്നെ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ കുറെ പേര് ചോദിച്ചു ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല, അങ്ങനെ എന്തോ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഗംഗപ്രസാദ് മരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ ഇനി സീരിയൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതല്ലേ. അപ്പൊ സീരിയൽ എന്തായാലും ക്ലൈമാക്സ് ആയെന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഗംഗപ്രസാദ് മരിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മരിച്ചിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് 2 കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.